ചെറുപ്പക്കാരെ, അള്ളാഹു നമുക്ക് നൽകിയ സമയം ഏറ്റവും കടുപ്പമുള്ളത്, പരിശുദ്ധമായ ഇസ്ലാം ഏറ്റവും ബഹുമാനമായി നമുക്ക് തന്നത് നമ്മുടെ ആയുസ്സാണ്. നിങ്ങൾ നോക്ക്, രാത്രിയിൽ 1 മണി 2 മണി സമയമായി, കറണ്ട് പോയി, വെളിച്ചില്ല, ഫാനില്ല, AC ഇല്ല, ഒരു സൗണ്ടും ഇല്ല. ഇല അനങ്ങിയാൽ കേൾക്കുമെന്ന് പറയുന്ന നിശബ്ദത. അപ്പോൾ ആരോ നടക്കുന്നു, ഉറക്ക് ഞെട്ടിപ്പോയി. നടക്കുകയാണ് ഒരാൾ, നല്ല ഷൂട്ടിട്ട് ടൈൽസിൽ ചവിട്ടി നടക്കുന്ന പോലെ നടക്കുകയാണ്. ഇങ്ങനെ സൗണ്ട് കേൾക്കണം, പേടിച്ചു പോയി. നോക്കുമ്പോ ആരാ നടക്കുന്ന അറിയോ? മൂപ്പര് വൈകുന്നേരം പോയിട്ട് നല്ലൊരു ക്ലോക്ക് കണ്ടിട്ട് ടൗണിൽ, നല്ല സ്റ്റൈലുള്ള ഒരു ക്ലോക്ക്. അത് കൊണ്ടുവന്നിട്ട് കിടക്കുന്ന റൂമിന്റെ ചുമരിന്റെ മുകളിൽ തൂക്കി. അതിലെ സെക്കൻഡ് സൂചി തുള്ളുക. രാവിലെ തുള്ളുന്നുണ്ട്, പക്ഷെ സൗണ്ട് മറ്റു സൗണ്ടിൽ കടയിൽ കേൾക്കാത്തോണ്ടാ. ഇതെല്ലാം ബന്ധായപ്പോ ഈ ഒരു സൗണ്ട് ഉണ്ടല്ലോ, ഭയങ്കര ഡേഞ്ചറായത്. കേട്ടോക്കിയാ പേടിച്ചു മോനെ. സെക്കൻഡ് സൂചി ചാടുകയാണ്. ആരെയാ ചവിട്ടുന്നറിയോ? കിടക്കുന്ന നമ്മുടെ നെഞ്ചത്ത് പൈസ കൊടുത്ത് വാങ്ങിയില്ലേ, വാങ്ങിയ മുതലാളിന്റെ നെഞ്ചത്ത് ചവിട്ടുകയാണ്. ഓരോ ചവിട്ടും ചവിട്ടി ചവിട്ടി തള്ളുകയാണ്. സമയം ഇങ്ങനെ പോവുകയാണ്. ഓ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരാ, ഇന്നത്തെ ഇശാഅ് നിസ്കാരം ഖിയാമത്ത് നാൾ വരെ ഇതേ ഡേറ്റിന് ഇനി മടങ്ങി വരില്ല. ഇന്നത്തെ ദിവസം കഴിഞ്ഞുപോയി, ഇന്നത്തെ മഗ്‌രിബ് കഴിഞ്ഞുപോയി, ഇന്നത്തെ സമയവും കഴിഞ്ഞുപോയി. കയ്യിൽ കെട്ടിയിരിക്കുന്ന വില കൂടിയ വാച്ചില്ലയോ, ആ വാച്ചിലുള്ള സെക്കൻഡ് സൂചിയും നിന്നോട് പറയുന്നുണ്ട്, നിന്റെ വാച്ചിനല്ലടോ വില, എന്റെ ചാട്ടത്തിനാണ് വില. എന്റെ കറക്കം നിന്റെ ആയുസിന്റെ ചുരുക്കമാണ്. 10 രൂപയുടെ 25 രൂപയുടെ വാച്ചുണ്ടാകും. ഫുട്പാത്തിൽ കോഴിക്കോട് പോയാൽ ആ ഫുട്പാത്തിൽ വിൽക്കുന്ന 25 രൂപയുടെ വാച്ചിന്റെ ഉള്ളെന്ന് തുള്ളുന്ന സെക്കൻഡ് സൂചിയും ചലിപ്പിക്കുന്നത് 25 കോടിന്റെ വാച്ചിന്റെ അതേ മൂല്യം തന്നെ. സമയത്തിനേറെ ബഹുമാനമുണ്ട്. കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരോട് ഈ സമയങ്ങളിലെ ഏറ്റവും ബഹുമാനമുള്ള സമയം നമുക്ക് അല്ലാഹു നൽകിയ യൗവനമാണ്. അല്ലാഹു നമുക്ക് ബറക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾ നോക്ക്, ഒരാൾ ആശുപത്രിയിൽ രോഗിയായി കിടക്കുകയാണ്. അല്ലാഹു രോഗികൾക്ക് എല്ലാം ആഫിയത്ത് നൽകട്ടെ, അല്ലാഹു ആഫിയത്ത് നൽകട്ടെ. ഒരാൾ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. അയാളോട് ഡോക്ടർ വേണ്ട പോലെ ടെസ്റ്റ് എല്ലാം ചെക്കപ്പ് എല്ലാം നടത്തിയിട്ട് ഡോക്ടർ പറയുന്നു, നിങ്ങൾക്ക് ഭയങ്കര രോഗമാണ്, ഭയങ്കര പ്രശ്നമാണ്, നിങ്ങൾക്ക് ഭയങ്കര ഓപ്പറേഷൻ ചെയ്യണോ, അതിന് എത്ര വേണോ, 10-25 ലക്ഷം റുപ്യ വേണോ എന്ന് ഡോക്ടർ പറയാണ്. സുബ്ഹാനല്ലാഹ്. പെട്ടെന്ന് കിട്ടണോന്നാ പറയുന്നത്, ഇല്ലെങ്കിൽ തീർന്നു പോകൂന്നാ പറയുന്നത്. ഇയാള് ചോദിച്ചു, ഈ ഓപ്പറേഷൻ ചെയ്താൽ എത്ര ശതമാനം വിജയിക്കും? 50% ഉണ്ട് എന്നാ ഡോക്ടർ പറയുന്നത്. 50% ചാൻസ് ഉണ്ട് വിജയിക്കാൻ എന്നാ പറയുന്നത്. ഇയാൾ ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ ആലോചിക്കുന്നുള്ള, എവിടുന്നാണ് 25 ലക്ഷം ഉണ്ടാക്കുക? അപ്പൊ ഇയാള് ചിന്തിക്കുന്നത്, ഏതായാലും വയനാട് റോഡിന്റെ സൈഡിലാണ് 3 സെന്റ് 4 സെന്റ് സ്ഥലവും പുരയുള്ളത്. അത് വിറ്റാൽ റോഡ് സൈഡ് ആയതുകൊണ്ട് ഏകദേശം പൈസ കിട്ടാൻ സാധ്യതയുണ്ട്, വിൽക്കാം. അപ്പൊ പിന്നെ ഇയാളെ കൽവിലൊരു തേട്ടം വരുന്ന, ഭാര്യയും 3 മക്കളും എവിടെയാ താമസിക്കുക? പുര വിറ്റാ പിന്നെ പെരുവഴിക്കായില്ലേ? അപ്പൊ ഇയാളോട് തന്നെ മറുപടി പറയുന്നു, എത്ര മക്കളും ഭാര്യയുണ്ട് കോട്ടേഴ്സ് താമസിക്കുന്ന, പ്രശ്നമില്ല, നമുക്ക് പിന്നെ എടുക്കാലോ. ഏതായാലും റിയൽ എസ്റ്റേറ്റുകാരെ ബ്രോക്കർമാരെ ഏൽപ്പിച്ചിട്ട് പെട്ടെന്ന് സംഗതി കച്ചവടം നടക്കാണ്. 25 ലക്ഷം വാങ്ങിയിട്ട് ആശുപത്രി കൊണ്ടുപോവാണ്. ആശുപത്രിയിൽ ഓപ്പറേഷൻ കൊടുക്കേണ്ട ഡേറ്റിന്റെ സമയത്ത് വലിയ ഒരു കെട്ട് പേപ്പർ കൊണ്ടുവരികയാണ്. ഒപ്പെല്ലാറ്റും ഇയാളെ കൈകൊണ്ടിടിപ്പിക്കുകയാണ്. എന്താണ് 8 ഒപ്പ് എന്നറിയോ? ഈ ഓപ്പറേഷൻ ഇയാൾ മരിച്ചുപോയാൽ ആശുപത്രി അധികൃതർക്കോ ഡോക്ടർക്കോ ഉത്തരവാദിത്വമില്ല, എന്റെ റിസ്കിലാണ് എന്ന് പറഞ്ഞിട്ടാണ് ഒപ്പിട്ട് കൊടുത്തത്. സുബ്ഹാനല്ലാഹ്. മണിക്കൂറുകൾ നീണ്ട ഓപ്പറേഷനാണ് കിടന്നു കൊടുത്തത്, ബോധം കെടുത്തിയത്. ബോധം തിരിച്ചു വന്നില്ല, കണ്ണു പിന്നെ തുറന്നില്ല. അപ്പോയ പോക്കയാളങ്ങ് കബറിലേക്ക് പോവുകയാണെങ്കിൽ ഇയാള് വീട് വിറ്റത് എന്തിനാണ്? ഇയാൾ ഈ സ്ഥലം കച്ചവടമാക്കിയത് എന്തിനാണ്? ഇയാളെ മക്കള് പെരുവഴിയിലായി എന്നല്ലേ ആകെ ഇതേ കൊണ്ട് കിട്ടിയ ലാഭം. അടുത്ത മാസം അതിനപ്പുറത്തെ മാസം വാടക കൊടുക്കാതിരുന്ന മുതലാളി കഴുത്തിന് പിടിക്കൂലേ, ആളെ പുറത്താക്കൂലേ?
അപ്പൊ എന്താണ് ഇയാൾക്ക് ഈ വീട് വിറ്റ വകയിൽ കിട്ടിയ ലാഭം എന്ന് പറയുന്നത്? ഇയാൾ ആഗ്രഹിച്ചത് എന്താണെന്നറിയോ? നാളത്തെ പ്രഭാതം ഒന്ന് കാണാനാണ്, മറ്റന്നാളുള്ള സൂര്യനെയും ഒന്ന് കാണാനാണ്. ഈ മലപ്പുറത്ത് ഒന്നുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കഥാ നമ്മുടെ ആ നാട്ടിലേക്ക്, കോഴിക്കോടേക്കും വയനാട്ടേക്കും ആ പോകുന്ന ബസ്സെല്ലാം നാളെയും കൂടെ ഒന്ന് കാണണമെന്നാണ്. വീട്ടിന്റെ പുറത്തൊന്ന് വെറുതെ ഇരിക്കണമെന്നാണ്. കൂട്ടുകാരെ കൂടെ ഒന്ന് നടക്കണമെന്നാണ്. കോഴിക്കോട് കടപ്പുറം ഒന്ന് പോകണമെന്നാണ്. ദുനിയാവിൽ ഒരു ദിവസം കൂടി താമസിക്കണമെന്നാണ്. മനുഷ്യന്റെ ആയുസിന്റെ സമയത്തിന്റെ വില കണ്ടോ? ലോകത്തെ ഏറ്റവും മനുഷ്യൻ വില കൽപ്പിക്കുന്നത് സമയത്തിനാണ്. അതുകൊണ്ടാണ് കയ്യിൽ കെട്ടിയ വാച്ചിനേക്കാളും താമസിക്കുന്ന വീടിനേക്കാളും നമ്മുടെ കച്ചവട സ്ഥാപനത്തെക്കാളും വരുമാനം തരുന്ന പറമ്പിനേക്കാളും എല്ലാറ്റിനേക്കാളും മനുഷ്യൻ വില കൽപ്പിക്കുന്നത് അവന് നൽകുന്ന സമയം തന്നെയാണ്. അതുകൊണ്ടാണ് അത് വിറ്റിട്ട് ആയുസ് നീട്ടാൻ വേണ്ടി ശ്രമിച്ചത്. ഇല്ലെന്ന് നിങ്ങൾ പറയുമോ? അല്ലാഹു നമുക്ക് രോഗങ്ങളെ തൊട്ട് കാവല് നൽകട്ടെ. ഈ സമയങ്ങളിൽ ഏറ്റവും വിലപിടിപ്പുള്ള സമയത്തില് ആർക്കാണ് സമയം പോകുന്നതിനെ കുറിച്ചിട്ട് പേടിയുള്ളത്? ഇത്ര ബഹുമാനമുള്ളതായി സമയം. പക്ഷേ നിങ്ങൾ പറയുന്നത് കേട്ടിട്ടില്ലേ? പലപ്പോഴും സമയം പോകുന്നില്ല, അങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ലേ നിങ്ങൾ? സമയം പോകുന്നില്ല. എത്ര വലിയ വിഡിത്തമാണ് ഈ പറയുന്നത്. ഇത്ര വിലയുള്ള സാധനമാണ്. ഇത് പോയാ പറ്റൂ, ഇത് പോകാതിരിക്കല്ലേ വേണ്ടത്? മോനെ, നാളെ നേരം വെളുക്കുമ്പോൾ നിങ്ങൾ മരിക്കേണ്ട ആളാണ്. നാളെ നേരം വെളുക്കുമ്പോൾ ജനുവരി 15 സുബഹിക്ക് നിങ്ങൾ മരിക്കേണ്ട ആളാണ്. നിങ്ങൾ ഇന്ന് ചങ്ങാതിമാരോട് സംസാരിക്കുമ്പോൾ പറയാ സമയം തീരെ പോകുന്നില്ല അല്ലേ? എന്തൊരു കഷ്ടത്തിന്റെ അവസ്ഥ. നീ എടുത്തേക്ക് പോകാനായി സമയം പോകുന്നില്ല എന്ന് പറഞ്ഞത്, നാളെ നേരം വെളുക്കുമ്പോ നീ മയ്യത്താണ്. അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഞാൻ ഈ സംസാരിക്കാൻ ഉപയോഗിച്ച ഈ ടാബ് അബൂദാബിയിൽ എന്നൊരു സ്നേഹിതൻ വാങ്ങി തന്നതാണ്. അദ്ദേഹത്തിനും കുടുംബത്തിനും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ ഭാര്യന്റെ ഉപ്പ നല്ല സ്ഥലത്ത് പറഞ്ഞത് വരക്കലുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യന്റെ ഉപ്പ അഹമ്മദ് ഖാൻ നല്ലൊരു മനുഷ്യൻ, മുഖലിസായ ഒരു മനുഷ്യൻ. രാത്രിയിൽ എപ്പോഴും വാദനം കേട്ട് സ്വലാത്തലം ചെയ്തിട്ട് ഉറങ്ങാൻ എന്നോട് എപ്പോഴും പറയും, ഉസ്താദ് നിങ്ങൾ മദ്ഹബ് റസൂൽ കേട്ടിട്ടാണ് അധികം ഉറങ്ങാറുള്ളത്. ഇവിടെ വന്നപ്പോഴും ചില ആൾ പറഞ്ഞു, ഉസ്താദിന്റെ വാദം എപ്പോഴും കേൾക്കലുണ്ട്. അല്ലാഹുവേ, ഞങ്ങളെ ബന്ധങ്ങളെല്ലാം ആഖിറത്തിൽ ഫലമുള്ള അർശിന്റെ തണല് കിട്ടുന്ന നിന്റെ ലിഖാഇലെത്തിക്കുന്ന തങ്ങളുടെ ശഫാഅത്തും ഹൗലുൽ കൗതറും വാങ്ങി പരസ്പരം കൈമാറാൻ പറ്റുന്ന ശഫാഅത്തിന് അധികാരമുണ്ടാകുന്നു ഏറ്റവും ഖൈറായ ബന്ധങ്ങളാക്കി ദൃഢപ്പെടുത്തി തരണം റഹ്മാനെ. ഈ നാട്ടുകാരും ഞങ്ങളും തമ്മിലുള്ള ബന്ധം ദുനിയാവിന്റെ കാര്യലാഭത്തിന്റെ ബന്ധങ്ങളാക്കി തീർക്കരുത് അല്ലാഹ്. ആ പ്രിയപ്പെട്ട അഹമ്മദ് കയെ ഭാര്യയും കുടുംബമെല്ലാം തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ്. സുബഹിക്കും എഴുന്നേറ്റിട്ട് ഭാര്യയും ഭർത്താവിൽ ഒരു കട്ടിന്റെ മുകളിൽ കിടന്നതാണ് റൂമില്. ഭാര്യ എഴുന്നേറ്റിട്ട് സുബഹിക്കുമ്പോ വിളിച്ചു നോക്കുമ്പോ മൂപ്പര് എഴുന്നേൽക്കുന്നില്ല. അപ്പൊ എന്തെങ്കിലും ക്ഷീണുണ്ടാവും, ഇന്ന് എഴുന്നേൽക്കുന്നില്ലായിരിക്കൂന്ന് മനസ്സിലാക്കി പെണ്ണുങ്ങൾ പോയി wudu എടുത്തിട്ട് നിസ്കരിച്ചു. സുബഹി ബാങ്ക് വിളിച്ചപ്പോ പിന്നെയും വന്നിട്ട് വിളിച്ചപ്പോ അനങ്ങുന്നില്ല. അപ്പൊ ഒരു പേടി കുടുങ്ങി മക്കളെയും കൂട്ടി വന്ന് വിളിച്ചു, അപ്പോഴും എഴുന്നേൽക്കുന്നില്ല. അയൽവാസികളുടെ അടുക്കലേക്ക് കരഞ്ഞുകൊണ്ട് വിഷയം പറഞ്ഞു. അവര് പെട്ടെന്ന് വന്നു, നോക്കി, എന്തോ ഒരു ഡൗട്ട്. അടുത്തൊരു ഡോക്ടർ ഉണ്ട്, അയാളെ തന്നെ പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുപോന്ന് നോക്കുമ്പോ ഇയാള് പറയുന്ന, അഹമ്മദ് ക നേരത്തെ പോയി കേട്ടോ. സ്വന്തം കട്ടിലിൽ കിടക്കുന്ന ഭർത്താവ്, ആ ഭർത്താവ് സ്വന്തം കിടക്കയിൽ കിടക്കുന്ന ശരീരത്തോട് മുട്ടിക്കിടക്കുന്ന ഭർത്താവ്, ആ ഭർത്താവിന്റെ റൂഹും കൊണ്ട് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറന്നുപോയത് ഈ ബെഡിൽ തന്നെ കിടക്കുന്ന പെണ്ണറിഞ്ഞില്ല, ഉമ്മ അറിഞ്ഞില്ല, ആ വീട്ടുകാരി മനസ്സിലാക്കിയില്ല. ഇത്രയല്ലേ നമുക്ക് ആയുസുള്ളൂ, ഇത്രയല്ലേ നമ്മുടെ മുന്നിൽ സമയമുള്ളൂ. ഈ സമയമാണോ പോകുന്നില്ല നിങ്ങൾ പറയുന്നത്? ഈ സമയമാണോ നിങ്ങൾ വെറുതെ കൊന്നുകളയുന്നത്? ഞാൻ എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരോട് പറയട്ടെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയട്ടെ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞില്ലേ സമയം. നോക്ക്, എത്ര ആളുകളാണ് ചെറിയ കളികൾ ഉണ്ടാകുമ്പോൾ അതിനുവേണ്ടി സമയം കരുതി ഒരുക്കി വെക്കുന്നത്. അവർക്ക് ഇഷ്ടപ്പെട്ട വേൾഡ് കപ്പോ അല്ലാത്ത കപ്പോ എന്തെങ്കിലും വരാൻ രാത്രി 2 മണിക്ക് കളി. ഞാനൊരു വിരോധിയായിട്ടൊന്നും പറയല്ല, പുതിയ കാലല്ലേ. 2 മണിക്ക് രാത്രി കളി. നിങ്ങളെ നാട്ടിൽ അങ്ങനത്തെ കളിക്കാരുണ്ട്, അല്ലെങ്കിൽ കളിനോട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഓൻ എത്ര മണിക്ക് എഴുന്നേക്കും? ഓൻ 1:30 മണിക്ക് റെഡിയാവും, ഒതുവെല്ലാം എടുത്തിട്ട് റെഡിയാവും.
എവിടെയാണ് സ്ക്രീനെല്ലാം വെച്ചത്? അടുത്തേക്ക് കട്ടൻ ചായയും കട്ടൻ കാപ്പിയും എല്ലാം കൂടി റെഡി. എത്ര മണിക്ക്? 2 മണിക്ക്. കൊടും മഞ്ഞുള്ള സമയത്താണെങ്കിൽ ഒരു പ്രശ്നമില്ല. പെരും മഴയുള്ള സമയത്ത് മണ്ണിടിച്ചിലാകെ ദുനിയാവെന്ന് പറയുന്ന മനുഷ്യന്മാർ, എന്നാൽ ഓന്റെ കളിക്ക് യാതൊരു കുഴപ്പമില്ല. അവൻ ആ സമയത്ത് റെഡിയായി എന്ന് മാത്രമല്ല, ഇവന്റെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ട് ചങ്ക് ബ്രോ, അവന്റെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ, ഓനെ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. 10-15 കോൾ അടിച്ചിട്ട് എടുക്കുന്നില്ല. ഉടനെ ബൈക്ക് എടുത്തിട്ട് പെരുമയത്തിലങ്ങ് പെരും തണുപ്പത്ത് പോവുകയാണ് ഓന്റെ അടുത്തേക്ക്. കോളിംഗ് ബെല്ലടിക്കുന്നു, ഓനെ ജനലിൽ ഉറങ്ങുന്ന ജനലിൽ മുട്ടുന്നു, എഴുന്നേൽപ്പിക്കുന്നു. ഇല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ക്ലോസ്. എന്തുകൊണ്ട് നീ എന്നെ വിളിച്ചില്ല? നമ്മളെ രാജ്യമല്ലേ കളിക്കണത്, ഇന്ത്യ അല്ല. ഓൻ ഇഷ്ടപ്പെടുന്ന രാജ്യക്കാര് കളിക്കാണ്. ആ കളി കാണാൻ വേണ്ടിയിട്ട് എത്രയാണ് പൊന്നുമോനെ നീ ഉറക്കമൊഴിയുന്നത്, നീ അധ്വാനിക്കുന്നത്, നിന്റെ ആരോഗ്യം ചെലവാക്കുന്നത്, കണ്ണ് തന്ന റബ്ബിന്റെ മുമ്പെന്ന് നീ കാണുന്നത്, അതിനു വേണ്ടി സംസാരിക്കുന്നത്. ഞാൻ നിന്നോട് ഒരു കാര്യം തിരിച്ചു ചോദിക്കട്ടെ. നമ്മുടെ പള്ളി, അല്ലാഹുവിന്റെ പ്രതിനിധി വിളിക്കുന്ന പള്ളി എന്ന് വിളിച്ചു പറയുന്ന ഈ പരിശുദ്ധമായ മുനാരമുള്ള പള്ളി, അൽഹംദുലില്ലാഹ്, നല്ല ഒരു മനുഷ്യൻ നല്ല ഒരു മിനാർ എടുത്തു കൊടുക്കാന്ന് പറഞ്ഞ അല്ലാഹു തആല സ്വർഗത്തിൽ വീട് കൊടുക്കട്ടെ. 10-15 ലക്ഷത്തിന് നല്ല ഹൗദ് ഒരാൾ എടുത്തു കൊടുക്കാന്ന് പറഞ്ഞ അല്ലാഹുവേ, വുളൂ ചെയ്യുന്നത് ഏറ്റവും ഖൈറായ പ്രവർത്തനം. വുളൂ ചെയ്തിട്ട് കയ്യും കണ്ണും ആകാശത്തേക്ക് ഉയർത്തി ഖിബലക്ക് തിരിഞ്ഞിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ദിക്റങ്ങ് ചൊല്ലിയിട്ട് ധാരണാൽ സ്വർഗ്ഗത്തിന് 8 വാതിലുണ്ട്. 8ൽ ഇഷ്ടമുള്ളതിലൂടെ കടക്കാമെന്ന് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ഈ ഹൗദ് ആരൊക്കെ വുളൂ എടുക്കുന്നു അല്ലാഹ്, അവരുടെ എല്ലാവരുടെയും കൂലി ആ ഹൗദ് സംഭാവന ചെയ്തവർക്ക് നൽകണേ അല്ലാഹ്. അവരുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചവർക്ക് നൽകണേ അല്ലാഹ്. 1 ലക്ഷം കൊടുത്തവരുണ്ട്, 10,000 കൊടുത്തവരുണ്ട്, 1000 കൊടുത്തവരുണ്ടാകും, ഒന്നും കൊടുക്കാൻ ഇല്ലാതെ സങ്കടപ്പെടുന്നവരും ഉണ്ടാകും. അല്ലാഹുവേ, ഒരു ഫീസ് കൊണ്ടെങ്കിലും സഹായിച്ചവർക്ക് സ്വർഗത്തിൽ വീട് നൽകണേ അല്ലാഹ്. ചില ആളുകൾ ഉണ്ടാകും, ഇടയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ചില ആള് സ്റ്റേജിൽ വന്ന് ചോദിക്കുമ്പോൾ ആടിച്ചങ്ങ് പറയും 10 ലക്ഷം എന്താ വക തരാ. പക്ഷെ സെക്രട്ടറി പോയി ചോദിക്കുമ്പോൾ മൂപ്പര് പറയും ഞാൻ എടുത്തന്നെ ഉണ്ടല്ലോ, പിന്നെ ഇപ്പം എന്തിനാ ചോദിക്കുന്നത്. അടുത്ത ആഴ്ച പോയാൽ പിന്നെ അയാൾ പറയും ഞാൻ എടുത്തന്നെ ഉണ്ടല്ലോ, നീ ഇവിടെ ഉള്ളതല്ലേ ബുദ്ധിമുട്ട്. കൊടുക്കൂല. വാക്ക് ദാനം, വാഗ്ദാനമല്ല, അല്ലയോ തരാന്ന് വാക്ക് ദാനം. ആ വാക്കാണ് ദാനം, പൈസ ഇല്ല. അങ്ങനെ കുറെ ആളുണ്ടാവും. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ, അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. വാക്ക് ദാനമാകരുത്, വാഗ്ദാനമാകണം. കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാകണം. പറഞ്ഞവരെല്ലാം വേഗം കൊടുക്കുകയും ചെയ്യണം. പറയാത്തവർ പറഞ്ഞിട്ട് കൊടുക്കണം. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ, അള്ളാഹു നമുക്ക് ബറക്കത്ത് ചെയ്യട്ടെ. ഈ 3 ദിവസത്തെ പരിപാടി പള്ളിക്ക് ആവശ്യമുള്ളത് കഴിഞ്ഞിട്ട് ഒരു 10 വിൽസെങ്കിലും ബാക്കി കിട്ടണം. നിലക്ക് അള്ളാഹു തആല വലിയ റാഹത്ത് നൽകട്ടെ. പ്രൗഢിയുള്ള പള്ളി തലമുറയായി എത്രയോ കൊല്ലങ്ങളായി നമുക്ക് മുൻഗാമികളായ സെക്രട്ടറിയോട് ചോദിച്ചു, ആരാ കൊടുത്തത്? മുൻഗാമികൾ കൊടുത്തിട്ട് വഖഫ് ചെയ്തിട്ടോ മറ്റോ ഉണ്ടായതാണ് നമ്മളെ പള്ളി. അതൊക്കെ എന്ത് നല്ല മനുഷ്യന്മാരാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കണം. അല്ലാഹ്, ഇത്രയും നല്ല റോഡിന്റെ സൈഡിൽ നല്ല സ്ഥലമെല്ലാം പോയി എത്രയോ മഹല്ലുകാർ ഇവിടെ ഖബറടക്കം ചെയ്യുന്നു. നമ്മളൊക്കെ നാളെ പോയി കിടക്കണ്ടല്ലേ. അള്ളാഹു നമ്മുടെ ഖബർ സ്വർഗ്ഗാക്കട്ടെ. അതുകൊണ്ട് നല്ല സ്വതക്ക നിയത്ത് വെച്ചിട്ട് കൊടുക്കണം. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ഈ പള്ളിയിൽ പ്രഗത്ഭന്മാരായ ഉസ്താദുമാരുണ്ട്. നല്ല റാഹത്തിൽ വാക്ക് വിളിക്കുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്. പരിസരങ്ങളൊക്കെ പള്ളിയുണ്ട്. എല്ലാ പള്ളിക്കും അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഞാൻ പറയുന്നത് പരിസരത്തുള്ള പള്ളികൾ, ആ പള്ളികൾ നിങ്ങൾക്ക് എപ്പോഴും ആണുങ്ങൾക്ക് ജമാഅത്തായി നിസ്കരിക്കാനാണ് പള്ളി. പക്ഷേ ളുഹറിന്റെ സമയത്ത് നമ്മൾ തോട്ടത്തിൽ പണിക്ക് പോയതാണ്. അസ്റിന്റെ സമയത്ത് നമ്മൾ എന്തോ വണ്ടിയിലായി പോയതാണ്. മഗ്രിബ് നമ്മളെ പള്ളിയിൽ എത്തിയില്ല, കാരണം നാട്ടിൽ നമ്മൾ ഉണ്ടായിരുന്നില്ല. ഇശായിൽ നമ്മൾ വരുന്നതേ ഉള്ളൂ. കോഴിക്കോട് നാട്ടിലെത്തി. ഓരോരുത്തരുടെ കാരണം പറഞ്ഞത് സുബഹിക്ക് ഒറ്റ കാരണമേ ഉള്ളൂ, അത് നമ്മൾ ഉറങ്ങിപ്പോയതാണല്ല, ഉറങ്ങിപ്പോക്കിയതാണ്. നമ്മൾ ഉറങ്ങിപ്പോകുന്നതല്ല. ഉറങ്ങിപ്പോകലൊക്കെ എപ്പോഴെങ്കിലല്ലേ, ഇത് ഉറങ്ങിപ്പോക്കുന്നതാണ്. അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. മോനെ 2 മണിക്ക് 3 മണിക്ക് കളി ഉണ്ടാകുമ്പോ അലാറം വെച്ച് എഴുന്നേറ്റിട്ട് സെറ്റപ്പോടെ ഒരുങ്ങി നിൽക്കുന്ന അനുജന്മാരെ, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വസല്ലി ബില്ലൈലി വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത ബിസലാം. സമാധാനത്തോടെ സ്വർഗ്ഗത്ത് പോകണോ? സുബഹിക്കും എഴുന്നേറ്റ് 2 റക്അത്ത്
റക്അത്ത് പാതിരാ സമയത്ത് നിസ്കരിച്ചു. അലാറം ഇന്ന് വരെ നിങ്ങൾ സെറ്റാക്കിയോ? 5:30 മണിക്ക് വാങ്ങാണെങ്കിൽ 5 മണിക്ക് എഴുന്നേക്കാൻ പറ്റിയോ? ഇല്ല. സുബഹിക്ക് എഴുന്നേക്കാത്തവരോട് പിന്നെയും അള്ളാന്റെ പ്രതിനിധി വിളിക്കുകയാണ്. അല്ലാഹു അക്ബർ വിളിച്ചു, ഷഹാദത്ത് പറഞ്ഞു, ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്. ദീനിന്റെ നന്മയുടെ ഭാഷമാണ്, ഇസ്ലാമിന്റെ വിശുദ്ധമായ വിളിയാണ്, എല്ലാ മഹല്ലിലും നടക്കുന്ന ദഅവത്താണ്. സഹോദരങ്ങളെ, പ്രകോപനമില്ലാത്ത പ്രബോധനമാണ്. അള്ളാഹുവിന്റെ പ്രതിനിധി പള്ളിയിൽ നിന്ന് വിളിക്കുന്ന ഹയ്യ അലസ് സ്വലാഹ്, നിസ്കരിക്കാൻ വരൂ, ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ. ഇത് 5 വക്തിലും ഇത് കൊടുക്കുന്നുണ്ടെങ്കിലും സുബഹിക്ക് മാത്രമാണ് അതിന് ശേഷമുള്ള കലിമത്ത് പറയുന്നത്. അസ്വലാത്തു ഖൈറും മിനൻ നൗം, അസ്വലാത്തു ഖൈറും മിനൻ നൗം. എന്തിനാണത് പറയുന്നത്? ഈ ജനുവരിയുടെ നല്ല തണുപ്പ്, ഈ മലയോര മേഖല, ഈ വയനാടിന്റെ അടിവാരം, ഇവിടെ അങ്ങ് താമസിക്കുമ്പോ നല്ല തണുപ്പ്, നല്ല രാത്രി ബ്ലാങ്കറ്റ് പൊറിച്ച് ഉറങ്ങാൻ പറ്റിയ സമയമാ സുബഹിയുടെ സമയം. മോനെ ഉറങ്ങല്ല, മോനെ ഉറങ്ങല്ല, ഉറങ്ങാൻ നിനക്ക് ഖബറിൽ സമയമുണ്ടത് കൊണ്ട് അള്ളാഹുവിന്റെ പ്രതിനിധി വിളിക്കുന്നു, എഴുന്നേറ്റ് പള്ളിയിലേക്ക് വരൂ. എന്റെ കരളിന്റെ കഷ്ണങ്ങളായ അനുജന്മാരോട്, SSLCക്ക് പഠിക്കുന്ന മക്കളോട്, +2 പഠിക്കുന്ന മക്കളോട്, നിങ്ങൾ ഫുട്ബോൾ കളി കാണാൻ വേണ്ടി SSLCക്ക് പ്രശ്നമാണോ? നിങ്ങൾക്ക് +2ന്റെ പരീക്ഷ പ്രശ്നമാണോ? നിങ്ങൾക്ക് കളി സംഘടിപ്പിക്കാൻ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയം പ്രശ്നമാണോ? അല്ല. ടാക്സി ഓടിക്കുന്ന ഡ്രൈവർമാരില്ലേ ഇവിടെ, 2 മണിക്ക് വീട്ടിൽ നിന്ന് വന്ന് ഉറങ്ങിയതേ ഉള്ളൂ. 2:30 മണിക്കാണ് വേറൊരു വിളി വരുന്നത്. ഒരു പെണ്ണ് പ്രസവിക്കാനായിട്ടുണ്ട്, പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകണം. ഇപ്പൊ പോയിട്ടില്ലെങ്കിൽ നാളെ വരെ എല്ലാ വിളിയും മുടങ്ങിപ്പോകും. അതുകൊണ്ട് 2 മണിക്ക് ഉറങ്ങിയ ഡ്രൈവർ 2:30 മണിക്ക് എഴുന്നേറ്റ് ആദ്യം പോകുന്നത് എന്തിനാണ്? ദുനിയാവിന്റെ വിഷയത്തിനാണ്, കുടുംബത്തെ പോറ്റാനുള്ള മാർഗമാണ്. എന്തുകൊണ്ട് എന്റെ കൂട്ടുകാരാ 5 മണിക്കൊന്നും എഴുന്നേക്കാൻ പറ്റുന്നില്ല? 5:30 മണിക്ക് അള്ളാന്റെ പ്രതിനിധി വിളിക്കുമ്പോ ഒന്ന് കണ്ണു തുറന്ന് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. ഇത്ര ഹൈറായ ദഅവത്ത് കിട്ടാൻ ഈ ഉമ്മത്തിൽ അല്ലാഹ് തന്ന മെമ്പർഷിപ്പ് നിനക്ക് മതിയാകാതെ പോയോ? ഈ സൗഭാഗ്യങ്ങൾ മുഴുവനും തന്ന റബ്ബില്ലയോ? നിന്റെ കിഡ്നി സജീവമാക്കിയ അല്ലാഹ്, നിന്റെ കണ്ണിന് കാഴ്ച നൽകിയ അല്ലാഹ്, നിനക്ക് സംസാരിക്കാൻ നല്ല സ്ഫുടത തന്ന അല്ലാഹ്, പുഞ്ചിരിക്കാൻ സൗഭാഗ്യം നൽകിയ അല്ലാഹ്, നിനക്കുള്ളതെല്ലാം തുറന്നു പറയാൻ നിനക്ക് നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും സ്ഫുടതയും തന്ന അല്ലാഹ്, കൈകാലുകൾക്ക് ചലനശക്തി നൽകിയ അല്ലാഹ്. ഒന്നുകൂടി ഞാൻ പറയട്ടെ, നിങ്ങൾ പാതിരാ സമയത്ത് എന്റെ കൂടെ വരൂ. ഞാൻ എല്ലാ ദിവസവും ഈ പാതിരാ സമയത്ത് ഹൈവേയിലൂടെ എത്രയോ കിലോമീറ്ററുകൾ ഓടാറുണ്ട്. അല്ലാഹുവേ, ഞങ്ങളെ യാത്രക്ക് നിന്റെ പൊരുത്തത്തിൽ ഹിഫ്ലാക്കി തരണേ അല്ലാഹ്. പല സ്ഥലങ്ങളിലും മാനസിക രോഗികളെ കാണാറുണ്ട്. അവർക്ക് രാത്രി ഉറക്കില്ല, താടി മുടിയൊക്കെ നീട്ടിയിട്ട് എത്രയോ വെയിറ്റിംഗ് ഷെഡിൽ കിടക്കുന്ന ആളുണ്ട്. ആളുകൾ കഴിക്കുന്ന അവശിഷ്ടങ്ങൾ കഴിക്കുന്നവരുണ്ട്, വേസ്റ്റ് കഴിച്ച് ജീവിക്കുന്നവരുണ്ട്. അതാ ഭാര്യയും മക്കളൊക്കെ ഉണ്ട്, പക്ഷെ കിടന്ന ഉറക്ക് കിട്ടണില്ല. ഇഞ്ചക്ഷൻ ചെയ്താൽ ഉറക്ക് കിട്ടുന്നില്ല. ചങ്ങലൊക്കെ ഇട്ടിട്ട് എഴുന്നേറ്റ് പൊട്ടിച്ചോടിയതാണ്. ഈ എത്ര ഉറക്കില്ലാത്ത ഹതഭാഗ്യരുണ്ടോ? ആ ഉറക്കില്ലാതെ ഭ്രാന്തന്മാര് ലോകത്ത് നടക്കുമ്പോ ഉറക്ക് തന്ന അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് പാതിരാ സമയം വരെ കളി കണ്ടിട്ട് ഉറക്ക് നഷ്ടപ്പെടുത്തിയിട്ട് സുബഹിയുടെ തൊട്ട് മുമ്പ് കിടന്നുറങ്ങിയിട്ട് അള്ളാന്റെ പ്രതിനിധി പള്ളിയിൽ നിന്ന് വിളിക്കുമ്പോ പോകാൻ നിനക്ക് മനസ്സ് വരുന്നില്ലെങ്കിൽ നീ മുസ്ലിമാണെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിനോട് കടപ്പാട് കാണിക്കുന്നു എന്ന് പറയുന്നതിന്റെ, ഞാനൊരു അനുസരണയുള്ളവനാണെന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താ? അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. ഉമ്മമാർക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഉറക്കൊഴിയണമെങ്കിലും നന്മ ചെയ്യണമെങ്കിലും ഒക്കെയും നമുക്ക് അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന ഒരു റൂട്ടുണ്ട്. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. ബറക്കത്തിന് വേണ്ടി ഒരു ചെറിയ സംഭവം ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. ദീനനുസരിച്ച് ജീവിക്കണം. ഉറക്കമൊഴിയണമെങ്കിൽ അതിന് മതിയായ കാരണം വേണം. ഇല്ലെങ്കിൽ ഇശാ നിസ്കരിച്ചിട്ട് വേഗം ഉറങ്ങാണ് വേണ്ടത്. സുബഹിക്ക് മുമ്പേ എഴുന്നേൽക്കണം. ഇന്ന് വഹളായത് കൊണ്ടാണ്, ഒരു ഖൈറിന്റെ സദസ്സായത് കൊണ്ടാണ്. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ചെറിയ സംഭവം ബറക്കത്തിന്